ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നല്ലൊരു ക്രീമി പരുവത്തിലുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ചൂട് സമയത്തും പിന്നെ നോമ്പുതുറയുടെ സമയത്തൊക്കെ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് ഇത്. ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി, വിശപ്പും ദാഹമൊക്കെ മാറും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പോളം ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ 10 മിനിറ്റോളം വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ സബ്ജ സീഡാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇതൊരു 5 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. ഇനി വേറൊരു ബൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഡ്രിങ്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രിങ്കിനെ നല്ലൊരു കൊഴുപ്പ് പരുവത്തിലാക്കി എടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതെല്ലാം ഒന്ന് നേരത്തെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രിങ്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ തരികളൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇനി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചവ്വരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/4 ഭാഗത്തോളം വെന്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സേമിയയാണ്. ഞാനിവിടെ പായസമൊക്കെ വെക്കാനൊക്കെ എടുക്കണ സേമിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. സേമിയ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അധികം നേരം ഒന്നും എടുക്കില്ല കേട്ടോ. അത് വെന്ത് കിട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് സേമിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചവ്വരും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇത് പെട്ടെന്നൊന്ന് അരിച്ച് കൂടെ മാറ്റാം കേട്ടോ. ഇതിൽ തന്നെ വെക്കേണ്ട, ഈ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ അതൊന്ന് അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം. ചൂട് കട്ടിയായിട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/2 കപ്പോളം വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാല് ഞാൻ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. പശുവും പാലും ഇതിന് വേണ്ടിയിട്ടൊക്കെ എടുക്കാവുന്നതാണ്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പാലൊന്ന് ചൂടായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഏലക്ക ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ഏലക്ക ചതച്ചിട്ടുള്ളതാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏലക്ക പൊടിയായിട്ടുള്ളതോ അതല്ലെങ്കിൽ ചതച്ചതോ ഇതിലേക്ക് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ഡ്രിങ്കിൽ വേറെ ഫ്ലേവറിന് വേണ്ടിയിട്ടൊന്നും ചേർത്ത് കൊടുക്കണമൊന്നുമില്ല, എസൻസ് ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഏലക്കപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഏലക്ക ചതച്ചതൊക്കെ ചേർത്തിട്ട് നല്ലോണം ഞാനിവിടുന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലോറും പിന്നെ ആ ഒരു പാൽപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ അതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം. അതല്ലെങ്കിൽ കട്ട പിടിച്ച പോലെയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയയും അതുപോലെ തന്നെ ചവ്വരി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം. സേമിയയും ചവ്വരിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ആകെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ. അത് കുഴപ്പമില്ല. ഈ ഒരു ചൂട് പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറിക്കോളും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കൂടെ എടുക്കണം. കാരണം ഈ ഒരു സേമിയയിലും അതുപോലെ തന്നെ ചവ്വരിയിലൊക്കെ നല്ലോണമൊക്കെ ഒന്ന് മധുരം പിടിക്കാനായിട്ടാണ്. ഇപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുറുകിയൊരു പാകത്തിന് ആയിക്കിട്ടിട്ടുണ്ട്. പിന്നെ അത് ഒരുപാട് ഇങ്ങനെ വറ്റിച്ചെടുക്കൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് പോകും കേട്ടോ. അതിപ്പോൾ കറക്റ്റ് പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് ചൂടാറട്ടെ. അതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലോണം തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പഴം കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 റോബസ്റ്റ പഴമാണ് കട്ട് ചെയ്തിട്ട് ചേർക്കണത്. നല്ലോണം പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സബ്ജ സീഡ് ഉണ്ടല്ലോ അത് കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബദാമും കാഷ്നട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ കാണുമ്പോൾ നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണമെങ്കിൽ ഇതിലേക്ക് ഒരല്പം പാലൊഴിച്ച് കൊടുത്തിട്ടൊന്ന് ലൂസാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. തണുപ്പിച്ച പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടത്. അപ്പോൾ ഞാനത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊന്നും നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.
പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യണം. ലൈക്ക് എന്തായാലും വേണം കേട്ടോ. നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ മുന്നോട്ട് പോകുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.